അസ്സലാമു അലൈക്കും. ഞാൻ കുറേ ആയി വിചാരിക്കുന്നു എൻ്റെ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളത്. പക്ഷെ എന്നെക്കൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ തീരെ പറ്റില്ല. ഭയങ്കര മടിയാണ്. കുറേ ആയി വിചാരിക്കുന്ന ഡയറ്റ് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെ. നാളെ നാളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകാമെന്നല്ലാതെ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ജൂലൈ 1 ഇന്ന് മുതൽ വിചാരിച്ചു വർക്കൗട്ടൊന്നും ചെയ്യാതെ നമ്മൾ തിന്നുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു മാസം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റ് നമ്മുടെ തേങ്ങയും ഉള്ളിയൊക്കെ കൂട്ടി അരി ഉണ്ടായിരുന്നു കുറച്ച് ബാക്കി, അന്ന് അരച്ച് വെച്ചത്. അപ്പോൾ അത് ഞാൻ ആവിയിൽ ഒരു ഷേപ്പാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് മക്കൾക്കത് പൊരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടി മീൻകറി പ്രിപ്പയർ ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ പച്ചമുളകൊക്കെ ഇങ്ങനെ പാക്കറ്റിൽ നിന്ന് അതിൻ്റെ മൊത്തി അടർത്തിയിട്ട്, ഞങ്ങൾ മൊത്തി എന്നാണ് പറയുക, അത് അടർത്തിയിട്ട് ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കലാണ്. അപ്പോഴത്തേക്ക് മീൻകറിൻ്റെ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. അതിലേക്ക് പുളിവെള്ളം കൂടെ ഒഴിച്ച് അപ്പോൾ നേരത്തെ നമ്മൾ ആവിയിൽ വെച്ചാൽ ഇത് വെന്തിട്ടുണ്ട്. അതും മാറ്റി വെച്ച് ഇനി ഒരു 8 മണിയായപ്പോൾ ഞാനൊരു മുട്ട കഴിച്ചു. പുഴുങ്ങിയൊരു മുട്ട കഴിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി രാവിലെ ഭക്ഷണമായിട്ട് ഒറോട്ടിയാണ്. കറി എന്താണോ അതനുസരിച്ചായിരുന്നു ഞാൻ ഒറോട്ടി തിന്നൽ. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട കറികളാണെങ്കിൽ ഞാൻ 4 അല്ലെങ്കിൽ 5 ഒറോട്ടി തിന്നു. എന്തായാലും സാധാ മീൻകറിയൊക്കെ ആണെങ്കിൽ 3 ഒറോട്ടി ആയിരുന്നു കഴിക്കൽ. അപ്പോൾ ഇന്ന് അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചൊന്ന് കുറച്ചിട്ട് 2 ഒറോട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒറോട്ടിയൊക്കെ ചുടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചാൽ അത് പൊരിക്കാനും ഇടുന്നുണ്ട്. അപ്പോൾ അത് പൊരിക്കുന്നതിൻ്റെ ഇടയിൽ മക്കൾ എണീച്ച്. അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് ചായ വെക്കണം. ഒരു ഗ്യാസിൽ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് ചായയും വെച്ചിട്ടുണ്ട്. ചായ അവിടുന്ന് തിള വരുന്നുണ്ട്. അപ്പോൾ രാവിലെ ഒരു 9:30 ഞാൻ 2 ഒറോട്ടിയും മീൻകറിയും കഴിച്ചു. ഇനി ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കലാണ്. ഒരു തട്ടിക്കൂട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാണ്. ഫ്രൈ ചെയ്തിട്ടിട്ടാലാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അല്ലാതെ മസാലയിൽ തന്നെ ഇട്ടത് ആർക്കും അങ്ങനെ ഇഷ്ടമല്ല. അങ്ങനെ ചോറ് ഇവിടുന്ന് തിളക്കുന്നുണ്ട്, മസാല അവിടുന്ന് റെഡി ആവുന്നുണ്ട്. അങ്ങനെ ഒരു 1:30 ടൈമായപ്പോൾ ഞാൻ ബിരിയാണി കഴിച്ചു. ബിരിയാണിയും സാലഡും. പിന്നെ വൈകുന്നേരം 5 മണിക്ക് ഇടിയൂന്നി എന്ന് പറയും. ഇതും തേങ്ങയും പഞ്ചസാരയും ഇട്ട് മിക്സാക്കിയതാണ്. ഞാൻ ഷുഗർ ഒഴിവാക്കിയിട്ട് വെറും തേങ്ങയും ഇട്ട് മിക്സാക്കിയിട്ടാണ് കഴിച്ചത്. ഇനി ഞാൻ രാവിലെ 8 മണി വരെ ഒന്നും കഴിക്കില്ല, വെറും വെള്ളം മാത്രം കുടിക്കാമെന്നാണ് വിചാരിക്കുന്നത്.